നമസ്കാരം, ഗുരുകുല ഭാരതത്തിന്റെ PSC ക്ലാസ്സിലേക്ക് സ്വാഗതം. എൻ്റെ പേര് അനിൽ. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നത് ബേസിക് സയൻസ് അഥവാ അടിസ്ഥാന ശാസ്ത്രം. എല്ലാ മത്സര പരീക്ഷകളിലും നല്ലൊരു ശതമാനം ചോദ്യം വരുന്ന പാഠഭാഗമാണ് ബേസിക് സയൻസ് അഥവാ അടിസ്ഥാന ശാസ്ത്രം. ഇന്ന് ഈ പാഠഭാഗത്ത് നമ്മൾ പഠിക്കുന്നത് വൈറ്റമിൻസ് അഥവാ ജീവകങ്ങളെ പറ്റിയാണ്. വൈറ്റമിൻ എന്ന വാക്ക് ആദ്യം ഉപയോഗിച്ചതും കണ്ടെത്തിയതും പോളിഷ് ശാസ്ത്രജ്ഞനായ കാസിമിർ ഫങ്ക് ആയിരുന്നു. വൈറ്റമിനുകളെ രണ്ടായി തരം തിരിക്കാം: കൊഴുപ്പിൽ ലയിക്കുന്നവ, വെള്ളത്തിൽ ലയിക്കുന്നവ. ഇതിൽ വെള്ളത്തിൽ ലയിക്കുന്ന ജീവകങ്ങൾ ഒരു പരിധിയിലധികം ശരീരത്തിൽ സൂക്ഷിക്കാൻ പറ്റാത്തതും, കൊഴുപ്പിൽ ലയിക്കുന്നവ വലിയ അളവിൽ ശരീരത്തിൽ ശേഖരിക്കാൻ കഴിയുന്നവയുമാണ്. കൊഴുപ്പിൽ ലയിക്കുന്ന വൈറ്റമിനുകളാണ് വൈറ്റമിൻ എ, വൈറ്റമിൻ ഡി, വൈറ്റമിൻ ഇ, വൈറ്റമിൻ കെ. അഡക് എന്ന് ഓർത്തിരുന്നാൽ എളുപ്പമാണ്, തെറ്റിപ്പോകത്തില്ല. ജലത്തിൽ ലയിക്കുന്ന വൈറ്റമിനുകളാണ് വൈറ്റമിൻ B1 അഥവാ തയാമിൻ, വൈറ്റമിൻ B2 അഥവാ റൈബോഫ്ലാവിൻ, വൈറ്റമിൻ B3 അഥവാ നിയാസിൻ, വൈറ്റമിൻ B5 അഥവാ പാൻറ്റോത്തനിക് ആസിഡ്, വൈറ്റമിൻ B6 അഥവാ പിരിഡോക്സിൻ, വൈറ്റമിൻ B7 അഥവാ ബയോട്ടിൻ, വൈറ്റമിൻ B9 അഥവാ ഫോളിക് ആസിഡ്, വൈറ്റമിൻ B12 അഥവാ സ്യാനോകൊബാലമീൻ, വൈറ്റമിൻ സി അഥവാ അസ്കോർബിക് ആസിഡ്. 5 വൈറ്റമിനുകൾ മനുഷ്യ ശരീരത്തിൽ നിർമ്മിക്കപ്പെടുന്നു: ബയോട്ടിൻ, പാൻറ്റോത്തനിക് ആസിഡ്, നിയാസിൻ, വൈറ്റമിൻ ഡി, കെ എന്നിവയാണവ. ഇനി നമ്മൾക്ക് ഓരോ വൈറ്റമിനെ പറ്റിയും അവയുടെ കുറവ് മൂലമുണ്ടാകുന്ന രോഗങ്ങളെ പറ്റിയും പഠിക്കാം. വൈറ്റമിൻ എ. ജന്തുക്കളിൽ പ്രകൃതിയാലുള്ള വൈറ്റമിനാണ് റെറ്റിനോൾ എന്നറിയപ്പെടുന്ന വൈറ്റമിൻ എ. കണ്ണിന്റെ ആരോഗ്യത്തിനാവശ്യമായ വൈറ്റമിനും റെറ്റിനോൾ ആണ്. വൈറ്റമിൻ എ ഏറ്റവും കൂടുതൽ അടങ്ങിയിരിക്കുന്നത് ലിവർ ഓയിൽ, പച്ചിലക്കറികൾ, മുട്ടയുടെ മഞ്ഞക്കരു, പാൽ, ക്യാബേജ്, ക്യാരറ്റ്, വെണ്ണ, മീനെണ്ണ എന്നിവയിലാണ്. വൈറ്റമിൻ ബി. ബെറിബെറി രോഗത്തിന് കാരണം വൈറ്റമിൻ ബിയുടെ അഭാവമാണ്. തവിടിൽ ധാരാളമായി കാണപ്പെടുന്ന ജീവകമാണ് വൈറ്റമിൻ ബി. വൈറ്റമിൻ B3 അഥവാ നിയാസിനിന്റെ കുറവ് മൂലമുണ്ടാകുന്ന രോഗമാണ് പെല്ലഗ്ര. വൈറ്റമിൻ സി. കൃത്രിമമായി നിർമ്മിക്കപ്പെട്ട ആദ്യ വൈറ്റമിനാണ് വൈറ്റമിൻ സി. രോഗപ്രതിരോധത്തിന് പരമപ്രധാനമായ വൈറ്റമിനും വൈറ്റമിൻ സി ആണ്. ആഹാര പദാർത്ഥങ്ങൾ ചൂടാക്കുമ്പോൾ നഷ്ടപ്പെട്ടു പോകുന്ന വൈറ്റമിനും വൈറ്റമിൻ സി ആണ്. സ്കർവി രോഗത്തിന് കാരണം വൈറ്റമിൻ സിയുടെ അഭാവമാണ്. മൂത്രത്തിലൂടെ വിസർജിക്കപ്പെടുന്ന വൈറ്റമിൻ സി ആണ്. മുറിവുണങ്ങാൻ കാലതാമസം എടുക്കുന്നത് വൈറ്റമിൻ സിയുടെ അഭാവം കൊണ്ടാണ്. വൈറ്റമിൻ ഡി. വൈറ്റമിൻ ഡിയുടെ രാസനാമം കാൽസിഫെറോൾ. കാൽസ്യത്തിന്റെയും കൊഴുപ്പിന്റെയും ഉപാപചയത്തിന് ഗുണകരമായ വൈറ്റമിൻ. സൂര്യപ്രകാശത്തിൽ നിന്നും ലഭിക്കുന്ന വൈറ്റമിൻ ഡി ആണ്. വൈറ്റമിൻ ഡിയുടെ അഭാവം മൂലമുണ്ടാകുന്ന രോഗമാണ് കണ അഥവാ റിക്കറ്റ്സ്. വൈറ്റമിൻ ഇ. വൈറ്റമിൻ ഇയുടെ രാസനാമം ടോക്കോഫെറോൾ. വന്ധ്യത പരിഹരിക്കുന്ന വൈറ്റമിൻ ഇ ആണ്. വൈറ്റമിൻ കെ. വൈറ്റമിൻ കെയുടെ രാസനാമം ഫില്ലോക്വിനോൺ. രക്തം കട്ടപിടിക്കുന്നതിന് സഹായിക്കുന്ന വൈറ്റമിൻ കെ ആണ്. ഇത്രയും നേരം ഈ വീഡിയോ കണ്ടതിന് ഒരുപാട് നന്ദി. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടുതൽ വീഡിയോസിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്